സ്പെയിനിലെ ഇവോറ എന്ന പട്ടണത്തിൽ 1010 നടന്നതാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം. ഇവോറായിലെ അന്നത്തെ വൈദികനായിരുന്ന ഫാദർ ബെർണാഡ് ഒളീവിന് ബലിമധ്യേ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുന്ന യാഥാർത്ഥ്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖാസായിലെ വീഞ്ഞ് യേശുവിൻ്റെ തിരുരക്തമായി മാറി താഴേക്ക് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ഉടൻ തന്നെ അന്നത്തെ മെത്രാനായിരുന്ന വിശുദ്ധ എമർഗോളിനെ വിവരം അറിയിക്കുകയും അദ്ദേഹം സ്ഥലത്തെത്തി അത്ഭുതം കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം സെർജിയൻ 4-ാമൻ മാർപ്പാപ്പ ഇത് യഥാർത്ഥ അത്ഭുതമാണെന്ന് അംഗീകരിച്ചു. 1663 മനോഹരമായ ദേവാലയം നിർമ്മിച്ച് തിരുശേഷിപ്പുകൾ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. വർഷത്തിൽ ഒരിക്കൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 2-ാം ഞായറാഴ്ച ലാ സാന്ത ദുവ എന്ന പേരിൽ തിരുനാൾ ആഘോഷിക്കുന്നു. യഥാർത്ഥ സംശയം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. പ്രാർത്ഥന. ഒരു വൈദികന്റെ സംശയത്തിന്റെ മുൻപിൽ സ്വയം ചെറുതായ ഈശോയെ, ഞങ്ങളുടെ അവിശ്വാസം മാറ്റി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.